ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ 2-3 ദിവസമായിട്ട് നല്ല മഴയാട്ടോ. ഇന്ന് രാവിലെ ഒരു അടിപൊളി മഴയായിരുന്നു. നമ്മുടെ ഇറയൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഓടുമെന്ന് വെള്ളം വീണാലും ചവിട്ടുമ്പലിക്കും അതുപോലെ തന്നെ ഇറയത്തൊക്കെ വേഗം കിളുക്കലൊക്കെ വരും കേട്ടോ. നമ്മുടെ ഇവിടെ പറമ്പിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ രാവിലെ വെള്ളപ്പത്തിന് അരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും വെള്ളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. വെള്ളപ്പച്ചട്ടി നമ്മുടെ ഇവിടുത്തെ കേടായിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ദോശക്കല്ലിൽ തന്നെയാണ് ഇപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കുന്നത്. അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് വെള്ളപ്പമായിട്ട് തന്നെ കിട്ടും. നല്ല ഒന്ന് പരത്തി നമുക്കൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ പൊന്തി വരും കേട്ടോ. അങ്ങനെ ഈ വെള്ളപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിനുള്ളത് നമ്മൾ വെച്ചു. ഇനി കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഗ്രേവി ആയിട്ടാണ് വെച്ചതെന്ന് കേട്ടോ. കുറച്ച് കടലൊക്കെ ഒന്ന് അരച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഗ്രേവിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. കടലയും അതുപോലെ തന്നെ വെള്ളപ്പവും നല്ല കോമ്പിനേഷനല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണല്ലോ നമ്മുടെ. അങ്ങനെ വെള്ളപ്പവും അതുപോലെ തന്നെ കട്ടനും ഇതൊക്കെ കുടുക്കിയിലൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഉച്ചക്കേലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊത്തമരയും അതുപോലെ തന്നെ വഴുതനങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ച് ഒന്ന് കാച്ചെടുത്തു കേട്ടോ ഉച്ചക്കേലേക്ക് വേണ്ടിയിട്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഓർമ്മ വന്നത്, നമുക്ക് കുറേ ദിവസമായിട്ട് വൈൻ ഇട്ട് വെച്ചിട്ട് ഒരു 20 ദിവസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം അത്ര ദിവസം മതി നമ്മുടെ വൈൻ റെഡി ആവാനായിട്ട്. അങ്ങനെ നമ്മുടെ വൈൻ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ദിവസം വെക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം തന്നെ പൊട്ടിച്ചു. അത്യാവശ്യം നല്ല പോലെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നെല്ലിക്കയാണ് കൂടുതൽ ഇടൽ, മുന്തിരി അധികം ഇടലുണ്ടായില്ല. അപ്പോൾ അതൊക്കെ അരിച്ച് ഒരു കുപ്പിയിലേക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടോ. നല്ല മധുരം അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഗ്യാസ് ഉണ്ടായിരുന്നു, നമുക്ക് കുടിക്കാൻ പറ്റുന്ന പരിവായിരുന്നു. അപ്പോൾ ഇത് അരിച്ച് നല്ലൊരു പാത്രത്തേക്ക് മാറ്റി. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് കുപ്പിയിലേക്കും കൂടെ മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ അരിച്ച് വന്നപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടോ. അത്യാവശ്യം കുറച്ച് മുന്തിരി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം. പിന്നെ പറമ്പിലേക്കൊക്കെ പോയപ്പോൾ നമ്മുടെ ലാങ്കി പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മണം കേട്ടിട്ട് പോയതാണ്. അപ്പോൾ കുറേ പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പുല്ലൊക്കെ നിറഞ്ഞ് ആകെ കാട് പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ നമ്മുടെ പറമ്പൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിൽ കണ്ടപ്പോൾ ഒന്ന് കത്തിച്ച് മാറ്റാൻ വിചാരിച്ചു. തോടൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ ഒഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പുളിയൊക്കെ വീണെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വഴിയിൽ. മഴ തന്നെ നമ്മൾ പോകലുണ്ടായില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് പുളിയും അതുപോലെ തന്നെ കിട്ടി പ്രാവശ്യം പോയപ്പോൾ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഏതായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ അത്യാവശ്യം റേറ്റ് കുറവിന് തന്നെ നമുക്ക് ഒരു കട തുടങ്ങിയിട്ടുണ്ട്. ഒരു 100 രൂപ അത്രയൊക്കെ വരുന്നുള്ളൂ. നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ റൈസും സലാഡും അതുപോലെ തന്നെ ഗ്രേവിയും. റൈസൊക്കെ അത്യാവശ്യം 2-3 പേർക്ക് കഴിക്കാം, അത്രയും റൈസും ഉണ്ട്. ഇപ്പോൾ ഒരു 100-110 റേറ്റിലാണ് വരുന്നത് കേട്ടോ. എന്തായാലും റൈസും അതുപോലെ തന്നെ ചിക്കൻ ഗ്രേവി വേറെയാണ്, ഇത് ചില്ലി ചിക്കനായിട്ടാണ് സെപ്പറേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം.